ഇന്ന് ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഉയർന്നു നിൽക്കുന്ന ഗോപുരം നോക്കുമ്പോൾ വിജയനഗരത്തിന്റെ ശക്തി ഇന്നും അനുഭവിക്കാം. ക്ഷേത്രത്തിനുള്ളിലേക്ക് പതുക്കെ കടക്കുമ്പോൾ വെളിച്ചം കുറഞ്ഞു വരും. ശബ്ദങ്ങൾ മങ്ങും. എണ്ണ വിളക്കുകളുടെ മങ്ങിയ പ്രകാശത്തിൽ ഇരുട്ടിൽ നിന്ന് പതുക്കെ തെളിയുന്ന ഒരു ദിവ്യരൂപം. സർപ്പരാജാവായ ആദിശേഷന്റെ മുകളിൽ ശയിക്കുന്ന ശ്രീരംഗനാഥൻ ദക്ഷിണ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ വിഗ്രഹങ്ങളിൽ ഒന്നാണ്. രംഗനാഥന്റെ സമീപത്ത് ശ്രീദേവിയും ഭൂദേവിയും. ഇത് വെറും ഒരു പ്രതിഷ്ഠയല്ല, 1000 വർഷങ്ങളായി നിലനിൽക്കുന്ന ഭക്തിയുടെ രൂപമാണ്. കാവേരി തീരത്തെ 5 പ്രധാന രംഗക്ഷേത്രങ്ങളിൽ ആദ്യത്തേത്. കാവേരി നദിയുടെ ഉത്ഭവത്തോടടുത്തുള്ള ഏറ്റവും ആദ്യത്തെ ക്ഷേത്രമായതിനാലാണ് ശ്രീരംഗപട്ടണത്തിലെ പുണ്യഭൂമിയെ ആദിരംഗ എന്ന് വിളിക്കുന്നത്. ശേഷം ശിവന സമുദ്രത്തിലെ മധ്യരംഗ, അവസാനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമായ തമിഴ്നാട്ടിലുള്ള ശ്രീരംഗത്തിലെ അന്ത്യരംഗ. ക്ഷേത്രത്തിലെ മണ്ഡപങ്ങൾ വെറും ആരാധനയ്ക്കു മാത്രമല്ലായിരുന്നു. ഈ മണ്ഡപങ്ങൾ ഒരിക്കൽ നിശബ്ദമായിരുന്നില്ല. ഇവിടെ വേദങ്ങൾ മുഴങ്ങിയിരുന്നു, സംഗീതവും നൃത്തവും അരങ്ങേറി. ഉത്സവ സമയങ്ങളിൽ തീർത്ഥാടകർ വിശ്രമിച്ചു, രാജകുടുംബങ്ങൾ ചടങ്ങുകൾ കണ്ടു. ഇന്ന് അതേ മണ്ഡപങ്ങളിൽ കാറ്റിന്റെ ശബ്ദം മാത്രം. ഒന്ന് കാതോർത്താൽ കാറ്റിലൊഴുകുന്ന ആ ധ്വനികൾ ഇന്നും നമുക്ക് കേൾക്കാം. ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്ത് ഇന്നും ഒരു പുരാതന കിണർ കാണാം. ഇത് വെറും ജലസ്രോതസ്സല്ലായിരുന്നു, ഒരു നഗരത്തിന്റെ ജീവധാര. പഴയകാലത്ത് ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ മാത്രമായിരുന്നില്ല, അവ സമൂഹത്തിന്റെ ഹൃദയമായിരുന്നു. ജീവിതം അവിടെ നിന്നാണ് ഒഴുകിയത്. കിഴക്കുഭാഗത്തുള്ള കിണറും വടക്ക് കിഴക്കുഭാഗത്തുള്ള പ്രധാന കവാടവും ഈ ക്ഷേത്ര നിർമ്മിതിയുടെ മികച്ച വാസ്തുശാസ്ത്രം നമുക്ക് കാഴ്ചവെക്കുന്നു. പക്ഷേ ശ്രീരംഗപട്ടണത്തിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ ഈ ആത്മീയ നഗരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായ യുദ്ധനഗരമായി മാറി. 1761 ഹൈദരലി മൈസൂർ രാജ്യത്തിന്റെ ഭരണാധികാരിയായി. ശേഷം അദ്ദേഹത്തിന്റെ മകനായ ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്തെ ശക്തമായ സൈനിക തലസ്ഥാനമാക്കി. എന്നാൽ ഏറെ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ ക്ഷേത്രം ടിപ്പു സുൽത്താന്റെ കോട്ടയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രത്തിലെ വലിയൊരു ഭക്തനായിരുന്നു. ഒരു വശത്ത് ക്ഷേത്രമണികൾ മുഴങ്ങി, മറ്റൊരു വശത്ത് യുദ്ധത്തിനായി പീരങ്കികൾ തയ്യാറായി. ഒരേ നഗരത്തിൽ ഭക്തിയും യുദ്ധവും ഒരുമിച്ച് ജീവിച്ചു. ചരിത്രത്തിന്റെ അത്ഭുതകരമായ വൈരുദ്ധ്യം. ഇവർ മുസ്ലിം ഭരണാധികാരികളായിരുന്നിട്ടും ക്ഷേത്രം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടില്ല, പകരം സംരക്ഷിച്ചു പോന്നു. ഇവർ ക്ഷേത്രത്തിന് നൽകിയ സംരക്ഷണത്തെക്കുറിച്ചും സംഭാവനകളെക്കുറിച്ചും ചരിത്രരേഖകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ടിപ്പു സുൽത്താനെക്കുറിച്ചുള്ള ചരിത്രം ഇന്നും സങ്കീർണമാണ്. അദ്ദേഹം സമ്മാനിച്ച വെള്ളിപാത്രങ്ങളും ആഭരണങ്ങളും ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ചില രേഖകൾ പറയുന്നു. ചിലത് യുദ്ധകാല കടുത്ത നടപടികളെ ചൂണ്ടിക്കാണിക്കുന്നു. സത്യം ഇന്നും ചരിത്രത്തിന്റെ മങ്ങിയ ഇടങ്ങളിൽ മറഞ്ഞിരിക്കുന്നു. 1799 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ അവസാന അധ്യായം. കോട്ട മതിലുകൾക്ക് പുറത്ത് ബ്രിട്ടീഷ് സൈന്യം പതുക്കെ മുന്നേറുകയായിരുന്നു. അകത്ത് അവസാന നിമിഷം വരെ പോരാടാൻ തയ്യാറായി നിന്നിരുന്നു ടിപ്പു സുൽത്താൻ. ക്ഷേത്രമണികളുടെ ശബ്ദം, പീരങ്കികളുടെ ഗർജനം. ആ രാത്രി ശ്രീരംഗപട്ടണം തീയും പുകയും രക്തവും കണ്ടു. കോട്ടയുടെ കവാടങ്ങൾ തകർന്നു. യുദ്ധത്തിന്റെ കലാപത്തിനിടയിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു. അതിനൊപ്പം ദക്ഷിണേന്ത്യയെ വിറപ്പിച്ച മൈസൂർ സാമ്രാജ്യത്തിന്റെ ശക്തിയും തകർന്നു. ആ ദിവസത്തിന് ശേഷം ശ്രീരംഗപട്ടണം പഴയ തലസ്ഥാന നഗരം ആയിരുന്നില്ല. അത് പതുക്കെ ഒരു നിശബ്ദ ചരിത്ര സ്മാരകമായി മാറി.